ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അത് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ കൂടിയിട്ട് മിക്സാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആക്കുന്ന. അപ്പോൾ പെരുന്നാൾ തലേദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ ഇതാ ഞാൻ പതിവ് പോലെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കട്ടെ. അപ്പോൾ നോമ്പായിരുന്നല്ലോ. അപ്പോൾ നോമ്പിൻ്റെ എന്താ പറയുക, ഇവിടെ എനിക്കൊന്നും നോമ്പില്ല കേട്ടോ. ഇവിടെ മുത്തോനും ഇപ്പോൾ നോമ്പുള്ളൂ, എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ മോനക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അവന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് എളുപ്പം കഴിയാവുന്ന അതല്ല, പിന്നെ അവൻ തന്നെ അത് കൊടുത്തേക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ വീഡിയോസ് കുറേ ഉണ്ട് കേട്ടോ. നമ്മളെന്താ പറയുക, ഇതിൻ്റെ വീഡിയോ അതൊക്കെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോയി. അതുകൊണ്ട് ആണ് ഞാൻ ഈ സമയത്ത് തന്നെ വീഡിയോ ഇതാക്കുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആക്കിയിട്ട് വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു നാളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വ്ളോഗ് ഇടാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സമയത്ത് തന്നെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതേ പുട്ടിനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആരും എണീറ്റിട്ടുണ്ടാവില്ലല്ലോ അവിടെ ഓൾറെഡി. പിന്നെ മുത്തുവിനൊക്കെ നോമ്പ് പോയത് കാരണം എനിക്ക് പിന്നെ നോമ്പ് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു നോമ്പ് എടുക്കണം, മുത്തുവിൻ്റെ ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഇത് ബ്രെഡ് ഇതും കൂടെ കഴിക്കാമെന്ന് വെച്ചപ്പോൾ പീനട്ട് ബട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ പോയപ്പോൾ. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ തന്നെ വിശേഷങ്ങൾ വൈകിട്ട് നോമ്പ് തുറക്കുന്ന ഞാൻ ഷവർമ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ആക്കുന്നില്ല കേട്ടോ. കാരണം അതും കൂടി ആക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഈദിൻ്റെ വ്ളോഗ് ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ വ്ളോഗിൽ തലേദിവസം നോമ്പ് തുറക്കുന്നതിൻ്റെയും അതിൻ്റെ ഫുഡ് റെസിപ്പിയുടെയും പിന്നെ നൈറ്റ് പർച്ചേസിൻ്റെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ വ്ളോഗും കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നല്ല പണി കിട്ടിട്ടോ. ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എന്താ പറയുക, നമ്മൾ തിരക്ക് പിടിച്ചിട്ട് പണിയിലിടക്ക് ഗ്യാസ് തീർന്നാലൊക്കെ ഭാഗ്യത്തിന് വേറെ സിലിണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയ പണി എനിക്ക് കിട്ടിയ സിലിണ്ടർ ഞാൻ ഇത് വെച്ച് നോക്കുമ്പോൾ ഉണ്ട് നല്ല ലീക്ക്, ഭയങ്കരമായിട്ട് സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മുത്തിന് നോമ്പായ കാരണം പിന്നെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്കത് ഇതാക്കാൻ പറ്റിയില്ല കേട്ടോ. എത്ര നോക്കുമ്പോഴും സൗണ്ടിന് ഭയങ്കരമായിട്ട് ലീക്ക്, ഗ്യാസ് പുറത്ത് പോകുന്നു. അപ്പം ഞാൻ അടുത്ത വീട്ടില് ഗ്യാസ് വിളിച്ചു വെച്ചപ്പോൾ അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇന്ധനം കേട്ടോ ഗ്യാസ്. അപ്പോൾ അവിടെ ഒക്കെ ഭാരത കാരണം അവരുടെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകെ ഇതായിട്ട് നിന്നപ്പോൾ ഒരു രക്ഷയിലെന്ന് വെച്ചാൽ മുത്തുവിൽ തന്നെ വിളിച്ച് മുത്ത് വന്നിട്ട് ഉറക്കത്തിന് എണീറ്റ് വന്നിട്ട് അത് നോക്കിയിട്ടൊന്നും ശരിയായില്ല കേട്ടോ. പിന്നെ അവർക്ക് നല്ല കുറച്ചും കൂടി ഇതുണ്ടാവുള്ളൂ. നല്ല പ്രസ് ചെയ്തിട്ടൊക്കെ ആക്കിയിട്ടും ചെറിയ സൗണ്ട് വരിക. അവസാനം ഞാൻ മറ്റേ പഴയ സിലിണ്ടർ, കാലിയായ സിലിണ്ടർ ഉണ്ടാവും, അതിനുള്ളിലത്തെ ഒരു ചെറിയ ബുഷ് ഉണ്ടല്ലോ, അപ്പൊ അതെടുത്തിട്ട് ഞാൻ മുത്തിനോട് പറഞ്ഞെടുത്ത് ബുഷ് മാറ്റാൻ അറിയോ ചോദിച്ചപ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തത് ഇത്തിട്ടാലും ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതങ്ങനെ മാറ്റിയിട്ടപ്പോൾ ഓക്കെ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നല്ല പണി കിട്ടായിരുന്നു. കാരണം ഗ്യാസ് ഇല്ലെങ്കിലൊന്നും ഈ കുട്ടികളൊക്കെ പോകുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ തന്നെ ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ വിളിച്ചാവുന്ന ആ സമയത്ത് വരൂല്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാനാകെ ടെൻഷൻ അടിച്ചു. എന്തായാലും അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാണ്ടാക്കി ശരിയായിട്ടോ. പിന്നെ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോനക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ടിലേക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ അവനക്ക് ഫുഡ് കൊടുത്തു. അപ്പൊ കുറെ പേര് എന്നോട് ലൈവിലൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളെ കാണിക്കുമെന്ന്. ഇതിലൊക്കെ വീഡിയോയിൽ വരാനും ഭയങ്കര മടിയാ. കുറെ പറഞ്ഞാലും ലൈവിലും തീരെ വരില്ല, എത്ര പറഞ്ഞാലും വരില്ല. അങ്ങനെ വേണ്ട എന്നിട്ട് നോക്കും. മോനും തീരെ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവന് അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചായ കുടിക്കുമ്പോ ഒന്ന് എടുത്തപ്പോ അത് കട്ടാക്കിക്കോന്ന് പറയാം. അപ്പൊ പിന്നെ അവന് ഞാൻ കട്ടാക്കിട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ വ്ളോഗിന്റെ ഇതിലൊക്കെ അവനെ എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞ് അവൻ പോയതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് എന്തോ ഭയങ്കര ഇപ്പോൾ ഈ അടുത്ത് രാവിലെ കുറച്ച് കഴിഞ്ഞൊരു ക്ഷീണമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്ന് പിന്നെ അങ്ങനെ ഞാൻ എനിക്ക് പിന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ ഉച്ചക്കലത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി വേണ്ടുന്നു. അപ്പം ഇതേ മോള് ഇവിടെ എന്തോ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കട്ടോ. അതെന്നാ മഞ്ഞൾപ്പൊടിയും പാലും കോഫി പൗഡറും അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട്, എനിക്കറിയില്ല. അവളെ മുഖത്ത് നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ല, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യുന്നതാണ്. ഞാൻ കുറേ ചീത്ത, ആൾക്ക് അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ കുറേ ചീത്ത പറഞ്ഞാലാണ് അതൊന്ന് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തോ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിടാൻ പോയില്ല, കാരണം എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ പല അലർജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ വെച്ചിട്ട് ഞാനിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള ഇത് ഉണ്ടാക്കട്ടെ, എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഉണ്ട് വഴുതനങ്ങ മാത്രം അങ്ങനെ ഉപ്പേരി വെക്കാറില്ല. പക്ഷെ ഈ പച്ച മറ്റേ വയറ്റിനേക്കാളും അത്ര കണ്ട് കുഴഞ്ഞു പോകില്ലല്ലോ ഈ പച്ച. അപ്പം ഞാൻ ഇത് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ അതേ മുത്ത് ലൈവിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലൈവ് ഇരിക്കുന്നതിൻ്റെ സ്റ്റൈലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 കബോർഡും തുറന്ന് അതിനുള്ളിലേക്ക് കാലൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടാണ് സുഖമായിട്ട് ഇരുന്നിട്ട് ലൈവ് നടത്തുന്നത് കേട്ടോ. അപ്പം ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് തൈര് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തൈരും കച്ചമ്പറും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ അവിടെ മുത്തൊരു തൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചമുളകിൻ്റെ. അപ്പം അതിൽ കുറച്ച് ഉണങ്ങിയ പോലത്തെ പഴുത്ത പോലത്തെ ചീനമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവാണ്. അപ്പം അതും കൂടി ഞാൻ ജസ്റ്റ് അതിൽ നിട്ടുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഇത് ഞാൻ കുടുക്ക വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഇതുപോലെ സവാള പച്ചമുളക് ഇട്ടിളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിയോ ഒന്നും ഇട്ടിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല സ്മെല്ലാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് സിമ്പിളായിട്ടൊക്കെ ഞാനിങ്ങനെ തട്ടി കൂട്ടിയിട്ടൊക്കെ നേരം വഴിയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള റെസിപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കും. ചമ്മന്തിയൊക്കെ അരച്ച് വരുന്ന സമയം എടുക്കില്ലേ എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ചെറിയ തീയിൽ പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫുഡൊന്ന് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം പെരുന്നാളിൻ്റെ അന്ന് അടിക്കുക തുടക്കുക ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടിക്കലൊക്കെ ചെയ്യും. ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്നൊന്നും ഞാൻ തുടക്കാറില്ല കേട്ടോ. തലേദിവസം വൈകിട്ടൊക്കെ തുടക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലോണം രാത്രിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പും പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് എടപ്പാൾ പോകേണ്ട ആവശ്യമൊക്കെ ഉള്ള കാരണം ഞാൻ പിന്നെ കുറച്ച് നേരത്തെ തന്നെ ആക്കി. അപ്പോൾ അതേ സോഫയുടെ വീഡിയോ ഒക്കെ ഒന്ന് മാറ്റിയിട്ടോ, കുറേ ദിവസമായി അതൊന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നും എനിക്ക് രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും ഒരു ക്ഷീണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എത്രയും വലുതൊന്നും കഴുകാണെന്നായിട്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ മടിച്ചിട്ട് അങ്ങനെ എടുക്കൂല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പെരുന്നാളല്ല, എന്തായാലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനതൊക്കെ എടുത്തിട്ട് സോഫയുടെ വീഡിയോ ഒക്കെ വേറെ മാറ്റി ഒക്കെ ക്ലീൻ ചെയ്യാണ്. ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഇനി നോമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം. മുത്തന് ഷവർമ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാവല്ലേ, നോമ്പ് എന്നിട്ട് പറയുമ്പോൾ നമുക്കൊരു വിഷമല്ലേ, പ്രത്യേകിച്ച് നമുക്ക് നോമ്പില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല ഉണ്ടാക്കി തരേണ്ടി ഇങ്ങനെയും. അപ്പോൾ തലേദിവസം ഞങ്ങൾ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഹാഫ് കുക്ക് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അതിൽ വെച്ച് ചെയ്യാന്ന് വെച്ചാൽ കുബൂസ് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ അവിടെ ഗൾഫിലായിരുന്നപ്പോഴും ഞാൻ കുബൂസിൻ്റെ സാൻഡ്വിച്ച് ഒന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നുമില്ല പൊറോട്ടയുടെ സാൻഡ്വിച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ചപ്പാത്തിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് അങ്ങനെ കുബൂസിനോട് വലിയ ഇഷ്ടമല്ല. ഇവിടെ മോൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ കുബൂസ്, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എളുപ്പമല്ലേ, പിന്നെ എന്തായാലും മസാല ഉണ്ടാക്കിയല്ലേ വേണ്ടു, വേറെ പണികളൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കുബൂസൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറച്ച് പാടായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള വഴിയുള്ള കാരണം ഞാൻ പിന്നെ ഇങ്ങനത്തെ പണിക്കൊക്കെ നിന്ന് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ മറ്റുള്ളതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പം അങ്ങനെ ഇതേ അവിടെയൊക്കെ ബെഡ്ഷീറ്റും അതൊക്കെ വിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂം കൂടെയൊക്കെ തുടക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ റൂമിലൊന്നും പൊടിയൊന്നുമില്ല, കാരണം മഴയുടെ ചെറിയൊരു ഇതുണ്ട്. പിന്നെ ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ, ആ റൂമിലൊന്നും ഇപ്പോൾ ആര് കിടക്കൂല. ഇപ്പം മക്കൾ വന്നുകൊണ്ട് മാത്രം കിടക്കുന്നു അല്ലാണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല. മോൻ ഇവിടെ രാത്രി വന്നിട്ട് ഇങ്ങനെ ഹാളിൽ കിടക്കുള്ളൂ കേട്ടോ, താഴെ മാത്രമേ കിടക്കുള്ളൂ. അപ്പോൾ റൂമിലൊന്നും കിടക്കില്ല. അപ്പോൾ റൂമിലൊന്നും തീരെ പൊടി ചളിയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഈ ഞങ്ങൾ യൂസ് ചെയ്യുന്ന റൂമിലും പിന്നെ ഈ മെയിൻ ഹാളിലും കിച്ചണിലും മാത്രമേ ചളി ഉണ്ടാവുള്ളൂ. അപ്പം എന്നാലും എനിക്ക് തുടച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തായാലും ഒന്നരാട് നടക്കാറുണ്ട് കേട്ടോ, കാരണം ഇപ്പം അങ്ങനെ വയ്യല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.